നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന ഈ യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മമ്മൂട്ടി നായകനായി തെലുങ്കിൽ പൂർത്തിയായി ചിത്ര റിലീസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന യാത്ര എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഒരു വിശേഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്. ഇത് ഇന്ന് കാലത്ത് പേപ്പറുകളിലെല്ലാം നിങ്ങൾ കണ്ട ഒരു വാർത്തയായിരിക്കാം. ഇനി അഥവാ അത് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇത് പേപ്പറിൽ നിന്ന് കോപ്പി അടിച്ച് വീഡിയോയാണ് എന്ന് ആരും പറയാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഈ ഒരു വാർത്ത ഞാനിപ്പോൾ പറഞ്ഞത്. കാരണം ഇന്നത്തെ മലയാള സിനിമയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ ഒരു പ്രധാന വാർത്തകളിൽപ്പെട്ട ഒരു വാർത്തയാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പറയാതിരുന്നാൽ മോശമാണല്ലോ എന്ന് കരുതി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വാർത്ത വേറെ ഒന്നുമല്ല, നമുക്കെല്ലാം അറിയാം, തെലുങ്കിൽ യാത്ര എന്ന് പറയുന്ന ചിത്രം, മമ്മൂട്ടി നായകനായി പുറത്തിറങ്ങാൻ പോകുന്ന ചിത്രം അടുത്ത മാസമോ മറ്റോ ആണ് അതിന്റെ റിലീസ്. കൃത്യമായിട്ടുള്ള റിലീസിംഗ് ഡേറ്റ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ആ ചിത്രത്തിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് മമ്മൂട്ടി ആരാധകർ ഇപ്പോൾ ഒരല്പം ആവേശത്തിലാണ്. കാരണം പേരൻപ് എന്ന് പറയുന്ന തമിഴ് ചിത്രം കേരളത്തിൽ ഉൾപ്പെടെ ഒരു ഹിറ്റായി മാറിയ ഈ അവസ്ഥയിൽ യാത്രയും കേരളത്തിൽ ഹിറ്റാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മമ്മൂട്ടി ആരാധകരെല്ലാവരും ഇരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല സിനിമാ പ്രേമികളും അത് തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം ഒരു ജനകീയ നേതാവായ YS രാജശേഖര റെഡ്ഡിയുടെ ജീവിതകഥയെ ആസ്പദമാക്കി ഒരുക്കിയിരിക്കുന്ന ചിത്രമാണ് യാത്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് തെലുങ്കിൽ ഒരു വൻ മാർക്കറ്റ് ഉള്ളതും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയും കൂടിയാണ് ഈ യാത്ര എന്ന് പറയുന്നത്. അത് കേരളത്തിൽ എത്രത്തോളം ചലനം ഉണ്ടാക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഞാൻ ആ ചിത്രം കാണാനുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കാത്തിരിക്കുന്നത്. ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്ത എന്താണെന്നാൽ, ചിത്രത്തിന്റെ റിലീസിങ്ങിന് മുമ്പേ ചിത്രത്തിന്റെ ഒരു ടിക്കറ്റ് ടിക്കറ്റ് വിൽപ്പന അമേരിക്കയിലാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. ആ ടിക്കറ്റ് ലേലത്തിൽ പോയിരിക്കുന്നത് 4,40,000 രൂപയ്ക്കാണ്. അതൊരു റെക്കോർഡ് തുകയായിട്ട് നമുക്ക് കണക്ക് കൂട്ടേണ്ടതായിട്ട് വരും. 4,40,000 രൂപയ്ക്ക് മമ്മൂട്ടി ചിത്രത്തിന്റെ ഒരു ടിക്കറ്റ് വിറ്റുപോയി എന്ന് പറയുന്നത് ഒരു വലിയ വാർത്ത തന്നെയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുണ്ടായ ഒരു കാരണവും. പിന്നെ ഈ 4,40,000 രൂപ അവര് YSRന്റെ പേരിലുള്ള ഒരു ഫൗണ്ടേഷന് വേണ്ടി സമർപ്പിച്ചു എന്ന് ആ ലേലം നടത്തിയ സംഘടന അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 25 വർഷങ്ങൾക്ക് മുമ്പാണ് മമ്മൂട്ടി തെലുങ്കിൽ ഒരു ചിത്രം അഭിനയിച്ചത്. ആ ചിത്രത്തിന്റെ പേര് കൃത്യമായിട്ട് എനിക്കറിയില്ല. ആ ചിത്രം തെലുങ്കിൽ സൂപ്പർ ഹിറ്റ് ആയിരുന്നു എന്നും അറിയാൻ സാധിക്കുന്നു. എന്തായാലും ഈ 25 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തെലുങ്കിൽ തിരിച്ചു വരുമ്പോൾ അത് YSRന്റെ ജീവിതകഥയെ ആസ്പദമാക്കിയുള്ള ഒരു ചിത്രമാകുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം അത്യാവശ്യം നല്ല നമ്മളെ ഒരു തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള, നമ്മളെ തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ തെലുങ്കന്മാരെ എന്തായാലും ആകർഷിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. പക്ഷെ അത് മലയാളികളെ എത്രത്തോളം ആനന്ദിപ്പിക്കും എന്നുള്ളൊരു ചോദ്യം നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്. കാരണം അതൊരു രാഷ്ട്രീയ സിനിമയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ തെലുങ്ക് രാഷ്ട്രീയം നമ്മൾ എത്രത്തോളം ഉൾക്കൊള്ളും എന്നുള്ളതൊരു ചോദ്യമാണ്. അത് മമ്മൂട്ടി എന്ന് പറയുന്ന കലാകാരനെ മാറ്റി നിർത്തിയിട്ടുള്ള സിനിമയുടെ മേഖലയിൽ ചിന്തിക്കുമ്പോൾ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. മമ്മൂട്ടി എന്ന പേരിലുള്ള ഒരു മാർക്കറ്റ് തീർച്ചയായിട്ടും കേരളത്തിൽ ആ ചിത്രത്തിന് ലഭിക്കും. അതിനപ്പുറത്തേക്ക് ഇപ്പൊ പേരൻപിന് ലഭിച്ച പോലെയുള്ള ഒരു മാസ്, അതായത് പേരൻപ് എന്ന് പറയുന്നത് ഒരു സിനിമയാണ്. ഒരു എന്താ പറയാ, അതൊരു വേൾഡ് ലെവലിലുള്ള ഒരു സിനിമയാണ്. പക്ഷെ യാത്ര എന്ന് പറയുന്നത് ഒരു തെലുങ്ക് ഓഡിയൻസിനെ ലക്ഷ്യം വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവിടുത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് നമുക്ക് അത് കണ്ടു തീരുമാനിക്കാം. എന്തായാലും ചിത്രം നല്ലതായിരിക്കും എന്നുള്ളൊരു കാര്യം ഗ്യാരണ്ടിയാണ്. മാർക്കറ്റ് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ മാർക്കല്ല, ഒരു ചെറിയ ഒരു സംശയം എൻ്റെ. അപ്പോൾ ഓക്കെ, എന്തായാലും നമുക്ക് ഈ വാർത്ത സന്തോഷത്തോടെ സ്വീകരിക്കാം. കാരണം മമ്മൂട്ടി നായകനായ ഒരു ചിത്രത്തിന്റെ ആദ്യ ടിക്കറ്റ് ലേലത്തിൽ 4,40,000 രൂപയ്ക്ക് വിറ്റുപോയി എന്നത് എന്നെ സംബന്ധിച്ച്, ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് ഒരു തൃപ്തി നൽകുന്നൊരു, അല്ലെങ്കിൽ ഒരു സന്തോഷം വരുന്ന ഒരു വാർത്തയാണ്. മലയാളത്തിൽ നിന്ന് ഇതുവരെ ആരുടെയും ചിത്രത്തിന്റെ ആദ്യ ടിക്കറ്റ് ഇതുപോലെ ലേലം വിളിച്ച് വിറ്റു പോയിട്ടില്ല. കാരണം മലയാളത്തിൽ അതുപോലെയുള്ള ഒരു സിസ്റ്റം നിലനിൽക്കുന്നില്ല എന്നതുകൊണ്ടാണ്. ആ സമയം ഹിന്ദിയിലെല്ലാം അത് ഭയങ്കര വാർത്തയാവാറുണ്ട്. ഹിന്ദിയില് പണ്ട് തുടങ്ങി ഏകദേശം ഒരു 10 കൊല്ലം മുമ്പേ ഈ പ്രധാനമായിട്ടും അമീർ ഖാൻ സിനിമകളുടെയാണ് ടിക്കറ്റ് ഇതുപോലെ ലേലത്തിൽ ഹിന്ദിയിൽ പോവാറ്. അതും നല്ല റേഞ്ചിലുള്ള ന്യൂസുകൾ നമുക്ക് കേൾക്കാറുണ്ട്. എന്തായാലും മലയാളത്തിൽ അങ്ങനെ ഒരു നടന്റെ ടിക്കറ്റ് ഇതുപോലെ വിറ്റുപോയി എന്നുള്ളത് ഒരു പ്രധാന വാർത്തയായിട്ട് ഞാൻ കണക്കൂട്ടുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.